നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, കോളേജുകളിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, ചെറുപ്പക്കാരായ വലിയൊരു വിഭാഗം ആളുകൾ ഓരോ ദിവസവും മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയുടെ കരച്ചിൽ എനിക്ക് വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. ആ ഉമ്മ പറയുന്നത് തൻ്റെ മകൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്നിന് അടിമയായി. പിന്നീട് അവന് ഇപ്പോൾ 26 വയസ്സായി. അവൻ പലതരം ചികിത്സ നടത്തി. തൻ്റെ കയ്യിലുള്ള എല്ലാ വസ്തുവകകളും വിറ്റ് അവനെ ചികിത്സിച്ചു. പക്ഷേ അവൻ ഇപ്പോഴും ഒരു മനോരോഗിയെപ്പോലെ നടക്കുന്നു. തിരിച്ചു വരാൻ കഴിയുന്നില്ല. വിവാഹിതരാവാൻ ആ ചെറുപ്പക്കാരന് താല്പര്യമുണ്ട്. മയക്കുമരുന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ചികിത്സക്കും ചെറുപ്പക്കാരൻ സഹകരിക്കുന്നു. പക്ഷേ മനുഷ്യ ശരീരം ഉപയോഗത്തിന് കൊള്ളാത്ത മനുഷ്യ ശരീരമായി ആ ചെറുപ്പക്കാരൻ മാറിയിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് മറ്റൊരു വ്യക്തി എന്നോട് സംസാരിക്കുകയുണ്ടായി. വലിയൊരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന മകൻ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയയുമായി കൂട്ടുചേർന്ന് അവസാനം 2ാം വർഷം പഠനം അവസാനിപ്പിച്ച് ഇപ്പോൾ പലതരം ചികിത്സ നടത്തി. ആ ചികിത്സയിലൂടെ വീണ്ടും ശാരീരികമായി തകർന്ന് അവസാനം ഇപ്പോൾ ഒരു മനോരോഗിയെപ്പോലെ സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹവും വേദന പങ്കുവെക്കുന്നത് തൻ്റെ പെൺകുട്ടികളുടെ ഭാവി കൂടെ ഇതിലൂടെ പ്രയാസപ്പെടുന്ന സാഹചര്യം എന്നോട് വേദന പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ എത്രയോ രക്ഷിതാക്കൾ ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും പങ്കുവെക്കുകയാണ്. ഈ മയക്കുമരുന്ന് മാഫിയയുടെ കെണിയിൽപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചു വന്നു വരാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഈ മാരകമായ ഗർത്തത്തിലേക്ക് വീഴുന്ന ചെറുപ്പക്കാരെ തടയാൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നാം ഒക്കെ ഇതിൻ്റെ കരിയർമാരെ കാണുകയോ അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകാരെ അറിയുകയും ചെയ്യുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്ക് ഇത്തരത്തിലുള്ള വയ്യാവേലിക്കൊന്നും തലവെക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നാം മാറി നിൽക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ യോദ്ധാവ്, പോലീസിൻ്റെയും അതേപോലെ എക്സൈസുമൊക്കെ വളരെ സംരക്ഷണത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന യോദ്ധാവ് സംവിധാനത്തിൽ ആ ഫോൺ നമ്പറിൽ കൃത്യമായി വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി പുറത്താവാതെ നമുക്ക് യോദ്ധാവിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇത്തരക്കാരെക്കുറിച്ച് വിവരം കൊടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനും നിലവിൽ സംവിധാനമുണ്ട്. നാം ഓരോരുത്തരും ഇതിനെതിരായ പോരാളികളായി മാറണം. മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘങ്ങളെ പോലീസിൻ്റെ അല്ലെങ്കിൽ എക്സൈസിൻ്റെ പിടിയിൽ പെടുന്ന രൂപത്തിൽ നാം ഇടപെടണം. ആരെങ്കിലും റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ, ആരെങ്കിലും പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെയാണ് നാളെ ഇത്തരം മാഫിയകളുടെ കെണിയിൽപ്പെടുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തിരിച്ചു കയറാൻ സാധിക്കാത്ത, തിരിച്ചു വരാൻ കഴിയാത്ത ഈ മാരകമായ വിപത്തിലേക്ക് നമ്മുടെ തലമുറ പോകാതിരിക്കണമെങ്കിൽ സമൂഹം കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഇടപെടണം. അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. മയക്കുമരുന്നിന് അടിമയായ ഭർത്താവ് ആ പെൺകുട്ടിയെ മാരകമായി കുത്തിക്കൊന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല എന്ന് പറയുന്നു. അവിടെയുള്ളൊരു സാധാ SI നടപടിയെടുത്ത് പുറത്താക്കി. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇതിനൊക്കെ ക്രിയാത്മകമായ നടപടിയാണ് വേണ്ടത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ശബ്ദം പോലും റെക്കോർഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്യാമറകൾ വെച്ചിരിക്കുന്നു. പോലീസുകാർക്ക് ഇത്തരം പ്രതികളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാനോ ആവശ്യത്തിന് ഒന്ന് കൊടുക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്നും പേടിക്കേണ്ട അവസ്ഥയില്ല. ജയിലിൽ പോയാൽ അതിനേക്കാൾ സുഖം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ക്രിമിനലുകൾ പോലീസിൻ്റെ പിടിയിൽപ്പെടുന്നതിനെ ഭയപ്പെടുന്നത്? കുറച്ചുകൂടെ സുരക്ഷിതമായൊരു താവളം എന്നതിലപ്പുറം എന്ത് പ്രത്യേകതയാണ് ജയിലിനും പോലീസ് സ്റ്റേഷനും ഉള്ളത്? ഇത്തരം പ്രതികളിൽ നിന്ന് പോലീസുകാരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് നമ്മൾ കാണുന്നു. അതൊക്കെ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നു. പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന രൂപത്തിലുള്ള വീഡിയോ നിർബന്ധമായും നിരോധിക്കേണ്ടതുണ്ട്. പലരും പോലീസിനെ സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോലീസിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ പോലീസിൻ്റെയും അതേപോലെ എക്സൈസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ അവരുടെ മനോവീര്യം ചോർത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനും പോലീസുകാരും വേണം. താമരശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വയനാട് ചുരം മുതലുള്ള ഹൈവേ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അസാധ്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടിവാരത്ത് അടിയന്തരമായ ഒരു പോലീസ് സ്റ്റേഷൻ പുതുതായി സ്ഥാപിച്ചുകൊണ്ട് പരിപൂർണമായി നാഷണൽ ഹൈവേകൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ കൊണ്ടുവരണം. കാസർഗോഡ് ചെക്ക് പോസ്റ്റ്, അത് കഴിഞ്ഞാൽ വിരാജ്പേട്ടിൽ നിന്ന് വരുന്ന ചെക്ക് പോസ്റ്റ്, പിന്നീട് മാനന്തവാടി വഴിക്ക് വരുന്ന ചുരം, അങ്ങനെ എല്ലാ, അതേപോലെ വയനാട് ചുരം, നമ്മുടെ നാടുകാണി ചുരം, അങ്ങനെ എല്ലാ ചുരത്തും, പാലക്കാട് വാളയാർ ചുരം, അങ്ങനെ എല്ലാ ചുരത്തിലും കൃത്യമായി ചെക്കിംഗ് നടത്തിക്കൊണ്ട് വരുന്ന എല്ലാ ആളുകളെയും പരിശോധിച്ചു എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ സംവിധാനമാണ് വേണ്ടത്. രാത്രിയിൽ 10 മണിക്ക് ശേഷം ആളുകൾ റോഡിൽ കണ്ടാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ, വേണമെങ്കിൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം സമൂഹത്തിൽ വേണം. നേരത്തെ പോലീസിനെ കണ്ടാൽ അലഞ്ഞു തിരിയുന്ന ആളുകളൊന്നും മാറി നിൽക്കുമായിരുന്നു.
ഇപ്പോൾ ആർക്കും ഒരു ഭയപ്പാടുമില്ല. കാരണം പോലീസ് ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാരണയാണ്. സ്റ്റേഷനിൽ ക്യാമറയുണ്ട്, ശബ്ദം പോലും റെക്കോർഡ് ചെയ്യും. അവിടെയും ഒരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് പോലീസിന് കുറച്ചൊരു സ്വാതന്ത്ര്യം, ആവശ്യമായ നടപടിയെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വേണം. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വെച്ചുകൊണ്ട് പോലീസിൻ്റെ കൈകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന, പോലീസിൻ്റെ കൈകൾക്ക് വിലങ്ങിട്ട് നിർത്തിയിരിക്കുന്ന സംവിധാനം മാറിയേ പറ്റുള്ളൂ. പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം. അധ്യാപകർക്ക് വിദ്യാലയങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുക്കണം. നടപടിയെടുക്കാൻ സാധിക്കണം. കുട്ടികളെ പരിശോധിക്കാൻ സാധിക്കണം. പരിശോധിക്കുമ്പോഴത്തേക്കും പോക്സോ കേസാണ്. ഇനി ഏതെങ്കിലും അധ്യാപകൻ അടിച്ചാൽ അതിന് പീഡനത്തിന് കേസാണ്. എന്തിനും കേസെടുത്തുകൊണ്ട് സമൂഹത്തിൽ ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ വലിയ ഒരു നരകത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റുന്നത്. ഇനി എങ്ങനെയെങ്കിലും പോലീസോ എക്സൈസോ ആളുകളെ പിടിച്ചു വന്നിരിക്കുക. അവർക്ക് കയ്യിൽ കാശുണ്ട്, നല്ല വക്കീലുണ്ട്. വെറും 20 അല്ലെങ്കിൽ പരമാവധി 40 ദിവസം കൊണ്ട് ആൾ പുറത്തിറങ്ങും. ആളുകൾ വീണ്ടും അടുത്ത കടത്തിലേക്ക്, മയക്കുമരുന്ന് കടത്തിലേക്ക് കടക്കുന്നു. ഒരു തരത്തിലും കർശനമല്ലാത്ത നിയമമാണ് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും പുറത്തിറങ്ങാതെ ആളുകളെ ജയിലുകളോടനുബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സിച്ച് മാത്രമേ പുറത്തു വിടൂ എന്നുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരണം. കർശനമായ വ്യവസ്ഥകൾ വേണം. നിരന്തരമായി 2ാം തവണയും പിടികൂടപ്പെടുന്ന ആളുകൾക്ക് ഒരു 3 വർഷമെങ്കിലും തടവ് ഉറപ്പുവരുത്തണം, റിമാൻഡ് കൊടുക്കണം. നിലവിൽ വളരെ ചുരുങ്ങിയ തുച്ഛമായ പോലീസുകാരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഈ കേസുകളുമായി പെടാപ്പാടുപെടുകയാണ്. ഒരാൾക്കും കൃത്യമായി കുറ്റപത്രം കൊടുക്കാനോ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്തെങ്കിലും കിട്ടുന്നത് ഈ റിമാൻഡ് കാലയളവിലാണ്. ആ റിമാൻഡ് കാലയളവ് കേവലം 20 ദിവസം കൊണ്ട് പുറത്തിറങ്ങാമെന്ന് വന്നാൽ ആർക്കും എന്തും ചെയ്യാമെന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഗൗരവമായി നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് മിനിമം 1 വർഷം തുടക്കക്കാരനും 2ാം തവണക്കാരന് 3-5 വർഷം വരെ തടവ് ഉറപ്പുവരുത്തുന്ന, റിമാൻഡ് തടവ് ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഗൗരവമായി ഈ കാര്യത്തിലൊക്കെ തന്നെ സർക്കാരും ആഭ്യന്തര വകുപ്പും എക്സൈസും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ വലിയ ക്യാൻസറിനെ വേരോടെ പിഴുതെറിയാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇതിൻ്റെ വക്താക്കളെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഒരു പരിശ്രമത്തിന് എല്ലാവരും മുന്നോട്ട് വരണം. പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, ഈ കെണിയിൽ വീഴരുത്. നിങ്ങൾ സൗഹൃദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടിയോ ആരുടെയും വലയിൽ വീഴരുത്. 10 മണിക്ക് ശേഷമുള്ള ടർഫ് കളികളും അതേപോലെയുള്ള എല്ലാ ഏർപ്പാടുകളിൽ നിന്നും നിങ്ങൾ പിന്മാറണം. അങ്ങാടികളിലുള്ള പുതിയ രാത്രിയിൽ തുറന്നു വെക്കുന്ന കടകളൊക്കെ തന്നെ പലപ്പോഴും ഇത്തരം ആളുകളുടെ വിഹാര രംഗമായി മാറുകയാണ്. അത്തരം കമ്പനികളിൽ നിന്ന് സ്വയം പിന്മാറിക്കൊണ്ട് ചതിക്കണിയിൽ പെടാതെ, തിരിച്ചു കയറാൻ സാധിക്കാത്ത ഈ ചതിക്കണിയിൽ പെടാതെ ഓരോരുത്തരും സ്വയം രക്ഷിക്കണം, സ്വയം രക്ഷകരാവണം. നിങ്ങൾ രക്ഷപ്പെടണം. ഇത്തരം ചതിക്കണിയിൽ പെടരുതെന്ന് വളരെ വിനീതമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.